വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ ഇറക്കത്തിലെ പാടത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും തട്ടിക്കൂട്ടാണെന്നും ആരോപണം. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ ഇറക്കത്തിലെ പാടത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും തട്ടിക്കൂട്ടാണെന്നുമാണ് ആരോപണമുയർന്നത്. കനത്ത മഴയിലാണ് സംരക്ഷണ ഭിത്തിയുടെ കോൺക്രീറ്റിംഗ് നടക്കുന്നത്, അതും വണ്ണം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച്. നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥർ ഇല്ലെന്നും ആക്ഷേപമുയർന്നു. കോൺക്രീറ്റിംഗ് ശരിയായ രീതിയിലല്ലെന്നും വൈബ്രേറ്റർ ഉപയോഗിക്കാതെ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടക്കുന്നതെന്നും ഓങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം ഷിഹാബ് പറഞ്ഞു. മഞ്ഞളങ്ങൽ ഭാഗത്തേക്കുള്ള കുടിവെള്ളം ഒരു 2 ആഴ്ചയായിട്ട് മുടങ്ങിയിട്ടുണ്ടെന്നും അപ്പൊ അത് ഒന്ന് വന്നു നോക്കാൻ ഒന്ന് പോരെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിൽക്കുന്ന സമയത്താണ് 19ാം വാർഡ് മെമ്പർ കൂടിയായ മുസ്തഫയും കൂടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടൊരവസ്ഥ സൈഡ് ഭിത്തി കോൺക്രീറ്റ് ചെയ്യാണ്. അപ്പൊ വെറുതെ വന്ന് നോക്കി നോക്കുമ്പോൾ വളരെ ചെറിയ കമ്പി, അതന്നെ ഞങ്ങളെ കണ്ടപ്പോൾ മുകളിൽ നിന്ന് കമ്പി അടിച്ചിറക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പോരാതെ ഒരു വൈബ്രേറ്റർ എവിടെയെന്ന് വെച്ചപ്പോൾ ഒരു വൈബ്രേറ്റർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഒരു AO ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരെ ഒരാൾ ഇവിടെ ഇല്ല. ഇപ്പോ നമ്പറിൽ ഷൊർണൂർ AXC ഇറക്കുള്ള ആളുകളെ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉള്ളത്. KRFBയുടെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. 3 തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ നടക്കുന്ന പ്രവൃത്തികളുടെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ റോഡ് ഇടിയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് പറഞ്ഞു. ഈ പാടത്തിന്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയ ഈ ഭാഗത്ത് ഒരു കൊടക്കമ്പി പോലുള്ള ഒരു കമ്പിയാണ് ഇതിന്റെ മേലെ ഇട്ട് ഒരു വൈബ്രേഷൻ മെഷീനിന്റെ സഹായം കൂടി ഇല്ലാതെ ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കാണുകയോ MLA ഇപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോൾ MLA ഫോണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും താഴ്ന്നു പോകുന്ന ഒരവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. കൃത്യമായി ഈ രീതിയിലാണ് ഈ പണി ഇവിടെ നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ റോഡും ഭാവിയും ഒരു തകർച്ചയിലേക്കാണ് ഇവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ റോഡ് പണി നമുക്ക് നേരിൽ കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതേസമയം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും വൈകുന്നതായി പഞ്ചായത്ത് അംഗം മുസ്തഫ പറഞ്ഞു. 2 ആഴ്ചയായി 150 പരം കുടിവെള്ള കണക്ഷനുള്ള ഈ ഭാഗത്തേക്ക് വെള്ളമില്ല. പ്രധാനപ്പെട്ട ആളുകളേക്ക് ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയപ്പോൾ പിന്നീട് ശരിയാക്കി തരും എന്നൊക്കെയാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 2 ആഴ്ച കഴിയും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് റോഡിന് വികസനത്തിനോ മറ്റുള്ളതിനോ ആരും എതിരല്ല. എന്നിരുന്നാലും ജനങ്ങളെ കുടിവെള്ളം അത് മുട്ടിക്കാൻ പാടില്ല. അപ്പൊ നല്ല വിധത്തിൽ അത് കുടിവെള്ളത്തിന്റെ ആ പൈപ്പുകളും മറ്റുള്ളതും കണക്ട് ചെയ്ത് തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ. നിലവിൽ ഓങ്ങല്ലൂരിൽ മഞ്ഞളുങ്ങൽ പാടത്തിന്റെ ഭാഗത്ത് മാത്രമാണ് റോഡ് നവീകരിക്കാനുള്ളത്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. മാത്രമല്ല റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കുഴിച്ച കിടങ്ങിൽ വാഹനങ്ങൾ വീഴാനിടയായാൽ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ.